Good morning, students. We will discuss the 9th standard first chapter, physics first chapter. Discuss the first chapter is forces of fluids. Like forces in fluids. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററും എന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഫോഴ്സ് ഇൻ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യും 9ാം ക്ലാസ്. എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിനെക്കാളും ബുദ്ധിമുട്ടാണ് 9ാം ക്ലാസ്. കാരണം 9ാം ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി ഇതൊക്കെ ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. 10ാം ക്ലാസ് എനിക്ക് കമ്പാരിറ്റീവ്ലി ഇതിനേക്കാൾ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ 9ാം ക്ലാസ് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് അത്രത്തോളം എളുപ്പമായി. അപ്പോൾ ഈ ഫോഴ്സസ് ഓഫ് ഫ്ലൂയിഡ്സ് നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് ബയൻസി, 2 ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, 3 പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലോട്ടേഷൻ. പിന്നെ ഇനിയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഒന്ന് ക്യാപിലാരി, പിന്നെ പാസ്കൽസ് ലോ. ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഈ ടോപ്പിക്സ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് വളരെ എളുപ്പമാണ്. കൺസെപ്റ്റ് മാത്രം പഠിക്കുക. ഫിസിക്സിന്റെ പ്രത്യേകത ഒരിക്കലും കാണാതെ പഠിക്കരുത്. കൺസെപ്റ്റ് മാത്രം പഠിക്കുക. കൺസെപ്റ്റ്സ് ആണ് ഏറ്റവും പ്രധാനം. പാസ്കൽസ് ലോ, ലാസ്റ്റ് പിന്നെ വരുന്നത് വിസ്കോസിറ്റി. ഇതെല്ലാം ഫ്ലൂയിഡുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് വാട്ടർ, കെറോസിൻ, ഹണി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഈ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് വരുന്നത്. ബയൻസി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഇതിനാദ്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ബയൻസിയാണ്. എന്താണ് ബയൻസി? വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ റബ്ബർ ബോളൊക്കെ എടുത്ത് കിണറ്റിലിട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുമ്പോൾ ബോൾ പൊങ്ങി കിടക്കും. ഈ ബോൾ പൊങ്ങിയാണ് കിടക്കുന്നത്. ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. അതേസമയം കല്ലെടുത്ത് വെള്ളത്തിലിട്ടാൽ അത് താന്നും പോകും. ഇതിനെല്ലാം ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ബയൻസിയാണ്. ഈ ബയൻസി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്യണം. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് പൊങ്ങി കിടക്കും. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ സർഫസിലുണ്ടാകുന്ന ഈ വാട്ടർ ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നു. അതായത് മുകളിലേക്കൊരു ഫോഴ്സ് കൊടുക്കുന്നു. ഈ പ്ലാസ്റ്റിക് ബോട്ടിനെ താങ്ങി നിർത്താൻ വേണ്ടി ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നു. ഈ ഒരു അപ്വേർഡ് ഫോഴ്സിനെ പറയുന്ന പേരാണെന്ന് ബയൻസി. അതായത് പ്ലാസ്റ്റിക് ബോട്ടിനെ താങ്ങി നിർത്താൻ ആർക്ക് കഴിയുന്നുണ്ട്? വാട്ടറിന് കഴിയുന്നുണ്ട്. ഈ വാട്ടറിന് പ്ലാസ്റ്റിക് ബോട്ടിനെ ഉയർത്തി നിൽക്കണമെങ്കിൽ അതിനൊരു ഫോഴ്സ് വേണം. ഈ വാട്ടർ ഒരു ഫോഴ്സ് മുകളിലേക്ക് എക്സർട്ട് ചെയ്യണം. ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സർട്ട് ചെയ്യണം. വാട്ടർ ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ പ്ലാസ്റ്റിക് ബോട്ടിലിനെ താങ്ങി നിർത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ ഈ ഒരു അപ്വേർഡ് ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത്? ബയൻസി. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന പറഞ്ഞാൽ സ്ഥിരം ചോദിക്കുന്നത് രാമു വാസ് പ്ലേയിങ് ഇൻ എ ക്രിക്കറ്റ് ഗ്രൗണ്ട്. സഡൻലി എ ബോൾ വാസ് went into a pond. He found that a ball was upward അല്ലെങ്കിൽ immersed in the water. What is the reason? എന്നൊക്കെ സ്ഥിരം ചോദിക്കുന്നത് രാമുവോ രാജുവോ ആരെങ്കിലൊക്കെ വരും. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ്. ഫിസിക്സിൽ വരുന്ന എല്ലാം ആപ്ലിക്കേഷൻ ലെവലാണ്. ഇയാൾ ഡയറക്റ്റ് വാട്ട് ഈസ് ബയോൺസി എന്നൊരു ചോദ്യം മിക്കവാറും വരാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ ബയോൺസി എന്ന് പറഞ്ഞാൽ when a body is completely or partially immersed എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുക. A water for upwards, അതായത് water produce an upward force. ഈ ഒരു upward ഫോഴ്സിനെ പറയുന്നത്, അതായത് വാട്ടർ കൊടുക്കുന്ന upward ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത്? ബയോൺസി. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് എടുക്കുക, അതിൽ ബയോൺസി ഹെഡിങ് എടുക്കുക. ബയോൺസി ഹെഡിങ് കൊടുക്കുക. ബയോൺസി എന്നിട്ട് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ when a body
is immersed completely. അതായത് കംപ്ലീറ്റ് ആയിട്ട് മുക്കിയാൽ immersed completely, immersed completely or partially എന്ന് പറഞ്ഞാൽ പകുതി, partially in a fluid, immersed completely or partially in a fluid, partially എന്ന് പറഞ്ഞാൽ പകുതി. The fluid exerts an upward force on the body. ഇപ്പൊ പ്ലാസ്റ്റിക് ബോട്ട് ആണെങ്കിൽ അതാണ് അവിടുത്തെ ബോഡി. Upward force on the body. This is called buoyancy. This is called buoyancy. നിങ്ങൾ സ്ഥിരം ചോദിക്കുക buoyancy എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഴുതിയതല്ലേ, when a body is completely or partially immersed, the fluid exerts an upward force. അതായത് മുകളിലേക്ക് ആ ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ് ആ ബോഡിയുടെ പൊങ്ങി കിടക്കാൻ കാരണം. ഈ വാട്ടറിന് അതിനുള്ള ആ ബോഡി അല്ല, വാട്ടറിന് ആ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ബോൾ എന്ത് ചെയ്തേനെ, താഴേക്ക് പോയത്. അപ്പൊ ഈ വാട്ടർ കൊടുത്ത, അല്ലെങ്കിൽ വാട്ടർ എന്നല്ല ഏത് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ വാട്ടർ വരാം, ഹണി വരാം, കെറോസിൻ വരാം, എന്തും വരാം, ഒഴുകുന്ന എല്ലാം എന്ത് തന്നെയാണ്, ഫ്ലൂയിഡ് തന്നെയാണ്. അപ്പൊ വാട്ടർ ആ ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുത്തത് കൊണ്ടാണ് ബോഡി അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ കാരണം. ഈ ഒരു ഫോഴ്സ്, ഈ വാട്ടറിന് ഈ ഒരു ബയോൺസി എന്നുള്ള ഫോഴ്സ് കൊടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ ബോഡി എന്ത് ചെയ്തേനെ, താഴേക്ക് ഡിപ്പ് ചെയ്ത് പോലെ. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഇവിടെ എടുത്തത്, നമ്മൾ ഒരു കല്ലിട്ട് നോക്കാം. ഈ കല്ലിട്ട് നോക്കുമ്പോൾ ഉറപ്പായിട്ടും കല്ല് സ്റ്റോൺ എന്ത് ചെയ്യും, താഴേക്ക് പോകും, താഴേക്ക് വന്ന് വെള്ളത്തിൽ താഴേക്ക് പോകും. അപ്പൊ അവിടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അവിടെ ആ സമയത്ത് വാട്ടറിന് ആ ഒരു അപ്വേർഡ് ബോഡി ഫോഴ്സ് കൊടുത്തെങ്കിലും കല്ലിനെ താങ്ങി നിർത്താനുള്ള ശക്തി അതിനില്ല. കല്ലിനെ താങ്ങി നിർത്താനുള്ള ശക്തി ആ വാട്ടറിനില്ല. അതുകൊണ്ടാണ് താഴേക്ക് പതിച്ചത്. അതായത് അവിടെ ബയോൺസി കുറവായത് അവിടെ വാട്ടറിന് ബയോൺസി കുറവായത് കൊണ്ട് മാത്രമാണ് കല്ല് താഴേക്ക് പതിച്ചത്. അതേസമയം പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ പൊങ്ങി കിടക്കുക. അവിടെ കാരണം വാട്ടറിന് ബയോൺസി ഫോഴ്സ് അപ്പോൾ അവിടെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ പൊങ്ങി നിൽക്കുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിൾ സ്ഥിരം ചോദിക്കുന്നത് വാട്ട് ഈസ് ബയോൺസി എന്നൊരു ചോദ്യം വരില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ എക്സാമ്പിൾസ് ഒന്നായിരിക്കണം നിങ്ങൾ ഇതായിരിക്കും ചോദിക്കുന്നത്. അതായത് ഈ ഒരു എക്സാമ്പിൾ വന്നിട്ട് ഇതിന്റെ പുറകിലുള്ള ഈ ഒരു ഫിനോമിന എന്താണ്, ഇതിന്റെ കാരണം എന്താ എന്നായിരിക്കും ചോദിക്കുന്നത്. എക്സാമ്പിൾസ് ആയിരിക്കും. എക്സാമ്പിൾസ് ഹൈഡ്രജൻ filled ബലൂൺ നമ്മളെ ഉത്സവപ്രാമല കിട്ടുന്ന ഹൈഡ്രജൻ ബലൂൺ. ഇപ്പൊ ഹൈഡ്രജൻ ഹീലിയം ഒക്കെ യൂസ് ചെയ്യും, എല്ലാവരും വാങ്ങിക്കാറുണ്ട്. ഈ ബലൂണൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ അതിന്റെ റീസൺ അറിഞ്ഞൂടാ പലർക്കും. ഇത് എന്തുകൊണ്ടാണ് പൊങ്ങി പോകുന്നത്, ഇങ്ങനെ പൊങ്ങി പോകണമെന്ന് കാണാം, പക്ഷെ ഇതിന്റെ റീസൺ അറിഞ്ഞൂടാ. സ്ഥിരം ചോദിക്കുകയാണ്. അല്ലെങ്കിൽ സ്ഥിരം ചോദിക്കുക പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു നടക്കുന്നത് രാമോ രാജോ ഉത്സവപ്പറമ്പിൽ പോയി അവൻ ചെന്നപ്പോ ഹൈഡ്രബലൂൺ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നു, അവിടെ എന്തുകൊണ്ട് അവ അങ്ങനെ കണ്ടു. അപ്പൊ നിങ്ങൾ എഴുതി വയ്ക്കാൻ കണ്ണുകൊണ്ട് എഴുതി വെച്ചല്ലോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ അവിടെ എഴുതാനുള്ള എല്ലാം ബയോൺസിയാണ്. ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺ റൈസസ് ഇൻ ദി എയർ. അതായത് ഹൈഡ്രജൻ നിറച്ച ബലൂണ് എയറിലൂടെ പൊങ്ങിപ്പോവും. അതിനൊക്കെ കാരണം ഈ ബയോൺസി ഫോഴ്സ്. അവിടെ ഈ ബയോൺസി എയറിന് താങ്ങി നിർത്താറുള്ള ആ ബയോൺസി കുറവായതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്, പൊങ്ങിപ്പോയത്. അതായത് ഡെൻസിറ്റിയുടെ ഒരു എക്സാക്ട് റീസൺ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ് കേട്ടോ, ഡെൻസിറ്റിയാണ്. അതായത് എയറിനേക്കാളും ഡെൻസിറ്റി വളരെ കുറവാണ് ഹൈഡ്രജൻ. എയറിനേക്കാളും വളരെ ഡെൻസിറ്റി കുറവാണ് ഹൈഡ്രജൻ. അതുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ പൊങ്ങി പോകുന്നത്. നിങ്ങൾ ഈ ഒരു ബലൂൺ കൈ കിട്ടുമ്പോഴേ നിങ്ങളൊരു നൂലിൽ ഇട്ട് പറത്തി വിട്ടു. ഇത് ഏകദേശം ഒരുപാട് ദൂരം പോകും. ഒരുപാട് ദൂരം പോയതിനു ശേഷം പിന്നെ ഇത് പൊങ്ങിപ്പോകില്ല. ഒരുപാട് ദൂരം പൊങ്ങിപ്പോകും, പിന്നെ അത് പൊങ്ങിപ്പോകില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല ഹൈറ്റ് എത്തുമ്പോൾ അവിടെ ഉള്ള എയറിന്റെ ഡെൻസിറ്റിയും
ഈ ബലൂണിന്റെ അകത്തുള്ള ഹൈഡ്രജന്റെ ഡെൻസിറ്റി എന്താവും? സെയിം ആവും. പിന്നെ അത് പറന്നു പോകില്ല. ഈ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇനി നിങ്ങൾ കൈ കിട്ടുമ്പോൾ ഇങ്ങനത്തെ ബലൂൺ കൈ കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കാതെ. അടുത്ത് വേറെ എവിടെയും കൊണ്ടിട്ട് അടുത്തത് എയർ ബബിൾ. റൈസസ്. ഈ രണ്ട് സ്ഥിരം ചോദിക്കുന്നതൊക്കെ ഉള്ളൂ. എയർ ബബിൾ റൈസസ്. ബാക്കി നമുക്ക് ഇത് പഠിക്കാം. റൈസസ് up from the bottom. Bottom of water. അതായത് കുമിള എയർ ബബിൾ വെള്ളത്തിന്റെ മുകളിലേക്ക് എയർ ബബിൾ റൈസസ് അപ്പ് ഫ്രം ദ ബോട്ടം. അതായത് താഴെ നിന്ന് ഈ കുമിളകൾ മുകളിലേക്ക് കയറി വന്നതിന് കാരണം എന്ത് തന്നെയാണ്? ബയോൺസി. അതായത് അവിടെ എല്ലാം വാട്ടറിന് ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ താങ്ങി നിർത്താനുള്ള ആ ഒരു ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? പൊങ്ങി മുകളിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഈ രണ്ട് എക്സാമ്പിൾ മാത്രം നിങ്ങൾ നോക്കിയാൽ ഈ രണ്ട് എക്സാമ്പിൾ ആയി മിക്കവാറും ചോദിക്കും. ഇതായിരിക്കും മിക്കവാറും ചോദിക്കും. കാരണം ഇതാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത്. ഹൈഡ്രജൻ ഫീൽഡ് ബലൂൺ റൈസസ് എന്ത് ചെയ്യാൻ ഈ എയറിലേക്ക് ഇങ്ങനെ പൊങ്ങി. ഇതിന്റെ എക്സാക്ട് റീസൺ എനിക്ക് തോന്നുന്നു ഡെൻസിറ്റി റൈസ് ആണ് പറയുന്നത്. ബയോൺസി പറയാറുണ്ട്. ഹൈഡ്രജൻ ഫീൽഡ് ബലൂൺ റൈസസ് ഇൻ ദി എയർ. പിന്നെ എയർ ബബിൾ റൈസസ് അപ്പ് ഫ്രം ദി ബോട്ടം ഓഫ് വാട്ടർ. ഈ രണ്ട് എക്സാമ്പിൾ മാത്രം ഒന്ന് എഴുതിയിടുക. ഇതിന്റെ റീസൺ ഇത് രണ്ടിന്റെ റീസൺ എന്താണ്? ബയോൺസി. ഇത് രണ്ടിന്റെ റീസൺ എന്താണ്? ബയോൺസി. ഇനി ഇത് വെച്ച് രണ്ട് പ്രോബ്ലം വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. അതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചാൻസ് ഒരുപാടുണ്ട്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ബയോൺസി മാത്രമല്ല ഈ ചാപ്റ്റർ മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് അടുത്തുള്ള ഹൗ ടു മെഷർ ബയോൺസി. അതാണ് ടോപ്പിക്. ഹൗ ടു മെഷർ ബയോൺസി. എനിക്കൂടെ എല്ലാവരും ഹൗ ടു എങ്ങനെയാണ് ബയോൺസി മെഷർ ചെയ്യുന്നത്? ഹൗ ടു മെഷർ ബയോൺസി. നിങ്ങൾ ചെറിയൊരു ഇതിന്റെ ബാക്കി ഒരുപാട് കൊണ്ട് ഇത് അതൊന്നും വേണ്ട. നമ്മൾ സ്ട്രെയിറ്റ് പ്രോബ്ലത്തിലേക്ക് വളരെ എളുപ്പമാണ്. ഈ ഒരു ബോക്സ് വരയ്ക്കുന്നത്. ഈ ഒരു ബോക്സ് ഒബ്ജക്റ്റ് ചെറിയൊരു ബോക്സ് രണ്ട് കാര്യങ്ങൾ. ഒബ്ജക്റ്റ് വെയിറ്റ് ഇൻ എയർ. വെയിറ്റ് ആണ്. വെയിറ്റ് ഇൻ എയർ. വെയിറ്റിന്റെ യൂണിറ്റ് എന്താ? എല്ലാവരും വിചാരിക്കുന്നത് വെയിറ്റ് എന്റെ വെയിറ്റ് 10 കിലോ അല്ലെങ്കിൽ 100 കിലോ അല്ല വെയിറ്റിന്റെ യൂണിറ്റ്. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതിലൊക്കെ എഴുതിയിട്ടോണേ വെയിറ്റ്. അത് അടുത്ത നിങ്ങൾ 4ാമത്തെ ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ വരും. വെയിറ്റിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ല. ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. നമ്മൾ പറയുന്നതെല്ലാം തെറ്റാണ്. നമ്മൾ അതായത് ഇത്ര കിലോ വെയിറ്റ് ഉള്ളതാണ് തെറ്റാണ്. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ചോദിച്ചിട്ടുണ്ട്. 2 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാരണം മിക്കവാറും വേറെ എഴുതുള്ളൂ കിലോഗ്രാം. വെയിറ്റിന്റെ യൂണിറ്റ് അതായത് മണ്ട ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെന്ന് അവർ വിചാരിക്കും. അങ്ങനെയല്ല. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. വെയിറ്റ് ഇൻ എയർ W1 എന്ന് കൊടുക്കണേ. W1 വെയിറ്റ് ഇൻ എയർ W1. അത് കഴിഞ്ഞ് വെയിറ്റ് ഇൻ വാട്ടർ. മാസിന്റെ കിലോഗ്രാം കേട്ടോ. മാസിന്റെ കിലോഗ്രാം. വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ചോദിച്ചിട്ടുണ്ട്. ഫില്ലിൻ ദ ബ്ലാങ്ക്സിനൊക്കെ ചോദിക്കും. എല്ലാം ആദ്യം എഴുതി വയ്ക്കും. ഇതൊന്ന് കിലോഗ്രാം. അത് ലോസ് ഓഫ് വെയിറ്റ്. W1 മൈനസ് W2. ഈ ബോക്സ് ചെയ്തേ. ഒബ്ജക്റ്റ് വെയിറ്റ് ഇൻ എയർ W1, വെയിറ്റ് ഇൻ വാട്ടർ W2. അടുത്ത ലോസ് ഓഫ് വെയിറ്റ് W1 മൈനസ് W2. നോക്കിക്കോണ്ടേ. സ്റ്റോൺ piece of metal. സ്റ്റോൺ കല്ല്. 60 ന്യൂട്ടൺ.
നോക്കിയോ, സ്ഥിരം ചോദിക്കുന്നതെല്ലാം ഇതാണ്. ഇത് തൊട്ടാണ് എൻ്റെ ആ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നമ്മൾ ആദ്യം എൻ്റെ കൺസെപ്റ്റ് പഠിച്ചു. സ്റ്റോൺ ചെറിയൊരു കല്ലെടുത്തു, സ്റ്റോൺ എടുത്തു. അതിന്റെ വെയിറ്റിന് എയർ, അതായത് സാധാരണ രീതിയിൽ ഒരു കല്ല് ഇപ്പോൾ ഒരു ടേബിളിൽ ഇരിക്കുന്നതാണ്. അപ്പൊ അവിടെ ആ സമയത്ത് ആ കല്ലിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ന്യൂട്ടൺ. എത്രയാണ്? 60 ന്യൂട്ടനാണ് ഈ സ്റ്റോണിന്റെ വെയിറ്റ്. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു കല്ലിരിക്കുന്നത്, സ്റ്റോൺ ഇൻ എയർ. ഇതിപ്പോ സ്റ്റോൺ ഇൻ എയർ അല്ലെങ്കിൽ സ്റ്റോൺ എയർ 60 ന്യൂട്ടൺ. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ 60 ന്യൂട്ടനാണ്, 60 ന്യൂട്ടൺ. പക്ഷെ ഞാൻ ഈ സ്റ്റോണിനെടുത്ത് ഞാൻ അവിടെ ഇട്ടു, വെള്ളത്തിലിട്ടു, സ്റ്റോണിന് വെള്ളത്തിലിട്ടു. സ്വാഭാവികമായിട്ട് അതിന്റെ വെയിറ്റ് എന്ത് ചെയ്യും? കുറയും. സ്വാഭാവിക വെയിറ്റ് കുറയും എന്നുള്ളതല്ല, നമ്മൾ ഇപ്പൊ ഒരു ഹെവി, നിങ്ങളിപ്പോ എവിടെയെങ്കിലും കുളത്തിൽ എവിടെയെങ്കിലും കുളിക്കാൻ നേരത്ത് വലിയ ഹെവി ആയിട്ടുള്ള കല്ല് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉയർത്താൻ പറ്റും, വെള്ളത്തിന്റെ അടിയിൽ വെച്ച്. അല്ലാതെ പറ്റൂല, അല്ലാതെ കൈ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വെയിറ്റ് വളരെ കുറയും. അതായത് നിങ്ങൾ വെയിറ്റ് കുറയുന്നതായിട്ട് എന്ത് ചെയ്യും? ഫീൽ ചെയ്യും. അതായത് എയറിൽ 60 ന്യൂട്ടൺ ഉണ്ടായി, എയർ സാധാരണ രീതിയിൽ 60 ന്യൂട്ടൺ ഉണ്ടായി സ്റ്റോണിന്. പക്ഷെ വെയിറ്റ് ഇൻ വാട്ടർ എത്രയായി? 45 ന്യൂട്ടൺ. അതായത് അവിടെ ചെന്നപ്പോൾ വെയിറ്റ് കുറഞ്ഞു. ഈ സാധാരണ കാരണം വെയിറ്റ് കുറയാൻ കാരണം ബയോൺസിയാണ്. കാരണം വെള്ളം എക്സെപ്റ്റ് ചെയ്തു ഫോഴ്സ്, അതായത് വെള്ളം ഒരു എക്സെപ്റ്റിംഗ് ഫോഴ്സ് ഉണ്ട്. വെള്ളം ബയോൺസി അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിന്റെ സ്വാഭാവികത്തിന്റെ വെയിറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. കാരണം താഴോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം വെള്ളം അത്രത്തോളം പവർ എന്ത് ചെയ്തു? മുകളിലേക്ക് കൊടുത്തു. ആ വെള്ളം അത്രത്തോളം ആ ഒരു എക്സെപ്റ്റിംഗ് ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ബയോൺസി. ആ വാട്ടർ കൊടുക്കുന്ന അപ്വേർഡ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ബയോൺസി. അത് കാരണം ഈ സ്റ്റോണിന് താഴേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ലോസ് ഇൻ വെയിറ്റ് നോക്കാം. നോക്കണേ, നമ്മുടെ കയ്യിൽ ഇരുന്നപ്പോ അല്ലെങ്കിൽ എയറിൽ ഉണ്ടായിരുന്നപ്പോ 60 ന്യൂട്ടൺ. പക്ഷെ വെള്ളത്തിലെത്തിയപ്പോ എത്രയായി? 45 ന്യൂട്ടൺ. നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് കണ്ടുപിടിക്കാം. W1 മൈനസ് W2. W1 മൈനസ് W2, അതായത് 60 ന്യൂട്ടൺ മൈനസ് 45 ന്യൂട്ടൺ. ആൻസർ എത്ര ഉണ്ടായി? 15 ന്യൂട്ടൺ. 15 ന്യൂട്ടൺ. സ്ഥിരം ജോയ്. അതായത് നമ്മൾ വെള്ളത്തിലിട്ടപ്പോൾ അതിന് എത്ര വെയിറ്റ് നഷ്ടമായി? 15 ന്യൂട്ടൺ. അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എയർ സാധാരണ രീതിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയണം, 60 ന്യൂട്ടൺ. ഇനി വെള്ളത്തിലിടുമ്പോൾ അതിന്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയണം, 45 ന്യൂട്ടൺ. ഇനി അവിടെ ഉണ്ടായ ചേഞ്ച്, അതായത് ലോസ് എത്രത്തോളം നഷ്ടമായി എന്ന് അറിയണമെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്ന് അവസാനത്തിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അതായത് എയറിൽ ഉണ്ടായിരുന്ന സമയത്ത് നിന്ന് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ എത്ര ന്യൂട്ടൺ കിട്ടിയടെ? 15 ന്യൂട്ടൺ. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ നോക്കിയോണേ, എക്സാമിന് ഇത് തരൂല, പക്ഷെ ഇത് രണ്ടും തന്നേക്കും. ഇവിടെ 15 ന്യൂട്ടൺ ഇട്ടേക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, എയറിൽ ഉണ്ടായിരുന്നപ്പോ 60 ന്യൂട്ടൺ, പക്ഷെ ലോസ് ഓഫ് വെയിറ്റ് 15 ന്യൂട്ടൺ നഷ്ടമായിരിക്കും. എന്നാൽ വാട്ടറിന്റെ അകത്ത് എത്ര വരും? കാരണം 60ൽ നിന്ന് 45 കുറച്ചാലല്ലേ നമുക്ക് എത്ര കിട്ടുള്ളൂ? 15 കിട്ടുള്ളൂ. അങ്ങനെ ചിന്തിക്കണം. 60 ന്യൂട്ടൺ എയറിൽ ഉണ്ടായിരുന്നു, ഇവിടെ 45 വരും. ഇനി ചിലപ്പോ ഇത് തരത്തില്ല, വെയിറ്റിന് എയർ തരില്ല, ഇത് മാത്രം നന്നായി. വാട്ടറിൽ ഇട്ടപ്പോൾ 45, പക്ഷെ ലോസ് ഓഫ് വെയിറ്റ് 50. അതായത് അത്രത്തോളം വെയിറ്റ് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. വാട്ടറിൽ ഇട്ടപ്പോൾ അത്രത്തോളം വെയിറ്റ് നഷ്ടപ്പെട്ടു, 15 ന്യൂട്ടൺ നഷ്ടപ്പെട്ടു. എന്നാൽ എയർ, അതായത് ആദ്യം ഉണ്ടായിരുന്ന എത്ര ഉണ്ടായിരുന്നു? 60 ന്യൂട്ടൺ. 60 ന്യൂട്ടൺ. അതുപോലെയാണ് പീസ് ഓഫ് മെറ്റൽ, ചെറിയൊരു മെറ്റൽ പീസ്. ആദ്യം അതിന്റെ വെയിറ്റ്, അതായത് എയറിൽ, അതായത് സാധാരണ രീതിയിൽ ഇരുന്നപ്പോൾ അതിന്റെ വെയിറ്റ് എത്രയാണ്? 75 ന്യൂട്ടൺ. എത്രയാണ്? 75 ന്യൂട്ടൺ. വെള്ളത്തിലിട്ടു. സ്വാഭാവികമായിട്ടും ബയോൺസി വാട്ടർ. ഇതിപ്പോ വാട്ടർ, ഇതാണ് വാട്ടർ. ഇങ്ങനെ ഞാൻ വരച്ചപ്പോ ഇങ്ങനെ ആയിപ്പോയി. വാട്ടർ എടുത്ത പീസ് ഓഫ് മെറ്റൽ, ഒരു മെറ്റൽ പീസ് എടുത്തിട്ടു. മെറ്റൽ പീസാണ് വരച്ചപ്പോ ഇങ്ങനെ കാര്യങ്ങളുള്ളൂ. മെറ്റൽ പീസ് എടുത്തിട്ടപ്പോ സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്തു? വെള്ളം താങ്ങി നിർത്തി. ബയോൺസി ഫോഴ്സ്, അതായത് വാട്ടർ ഒരു അപ്വേർഡ് ഫോഴ്സ് മുകളിലേക്ക് കൊടുത്തു.
വാട്ടർ അപ്വേർഡ് ഫോഴ്സ് മുകളിലേക്ക് കൊടുത്ത അപ്വേർഡ് ഫോഴ്സ് മുകളിലേക്ക് കൊടുത്തു. അതായത് അപ്വേർഡ് തന്നെ ആൻസർ ഉണ്ട്. അപ്വേർഡിന്റെ അർത്ഥം തന്നെ എന്താണ്? മുകളിലേക്ക് എന്നാണ്. അപ്വേർഡ് ഫോഴ്സ് കൊടുത്തു വാട്ടർ. ആ അപ്വേർഡ് ഫോഴ്സിനെ പറയുന്ന പേര് നമുക്കറിയാം, എന്താണ്? ബയോൺസി. ആ അപ്വേർഡ് ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്ത്? ബയോൺസി. അപ്പൊ ആദ്യം പീസ് ഓഫ് മെറ്റൽ ഉണ്ടായിരുന്നു എയറിൽ, അതായത് സാധാരണ രീതിയിൽ കയ്യിലെടുത്തപ്പോൾ എത്ര ന്യൂട്ടൺ ഉണ്ടായിരുന്നു? 75 ന്യൂട്ടൺ, 75 ന്യൂട്ടൺ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് വെയിറ്റ് ഇൻ വാട്ടർ. വെയിറ്റ് ഇൻ വാട്ടർ ശ്രദ്ധിച്ചോളാ. വെയിറ്റ് ഇൻ വാട്ടർ, ഇത് വാട്ടറിന്റെ അകത്ത് ഡിപ്പ് ചെയ്തപ്പോൾ എത്ര ന്യൂട്ടൺ? 65 ന്യൂട്ടൺ. അതായത് വെയിറ്റ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. വെയിറ്റ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? കുറയും. എന്നാൽ ലോസ് ഓഫ് വെയിറ്റ് എത്ര? ലോസ് ഓഫ് വെയിറ്റ് അറിയാലോ, ഏത് മൈനസ് ചെയ്യണം? 75 ന്യൂട്ടണിൽ നിന്ന് എത്ര കുറയ്ക്കണം? 65 ന്യൂട്ടൺ കുറയ്ക്കണം. 75 ന്യൂട്ടണിൽ നിന്ന് 65 കുറയ്ക്കണം. എത്ര ന്യൂട്ടൺ? 10 ന്യൂട്ടൺ. ശ്രദ്ധിച്ചോളാം, ഇതിൽ ഒരുപാട് ചാൻസ് ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് തരത്തില്ല, വെയിറ്റ് നേര് തരത്തില്ല, പക്ഷെ ബാക്കി രണ്ടും തന്നേക്കും. ചിലപ്പോൾ ഇത് രണ്ടും തരും. അത് കണ്ടുപിടിച്ചോ. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾ കാണാതെ ഒന്നും പഠിക്കില്ല. എയറിലുണ്ട്, അതായത് സാധാരണ രീതിയിൽ എടുത്തപ്പോൾ 75, വാട്ടർ ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റ് കുറയും. അതിന്റെ വെയിറ്റ് കുറയും. അതിന്റെ വെയിറ്റ് കുറയും എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ എടുത്ത് ഈ വെള്ളത്തിലിടുമ്പോൾ ഈ വാട്ടർ ഒരു അപ്വേർഡ് ഫോഴ്സ് കൊടുക്കും. ഈ അപ്വേർഡ് ഫോഴ്സ് കാരണം അവിടെ താങ്ങി നിർത്തി, ആ വെയിറ്റിനെ താങ്ങി നിർത്തി. അതായത് അത്രയും വെയിറ്റ് താങ്ങി നിർത്തണമെങ്കിൽ അവിടെ ആ ഒരു വെയിറ്റിനുള്ള ലോസ് ഉണ്ടാണ്. ആ വെയിറ്റ് അവിടെ നഷ്ടമായാലേ നമുക്ക് ആ വാട്ടറിന് എക്സെപ്റ്റ് ഫോഴ്സ് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്രത്തോളം വെയിറ്റ് നഷ്ടമായി. പക്ഷെ എത്ര നഷ്ടമായി എന്നറിയണമെങ്കിൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ, ഇത്രയും മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. ആ കിട്ടുന്ന ആൻസർ ആണ് ലോസ് ഓഫ് വെയിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ബയോൺസി മെഷർ ചെയ്യണം. ബയോൺസി മെഷർ ചെയ്യണത് സ്ഥിരം ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ഇൻ വാട്ടർ 60 ന്യൂട്ടൺ, വെയിറ്റ് ഇൻ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 15 ന്യൂട്ടൺ ആണ്. എന്നാൽ എയറിൽ എത്രയാണ്? സ്ഥിരം ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കും. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എഴുതിയെടുത്തല്ലോ എല്ലാവരും. ഒബ്ജക്റ്റ് സ്റ്റോൺ പീസ് ഓഫ് മെറ്റൽ. വേറെ ഒന്നുമില്ല. അത് ഇത്ര ഈ ഒരു ബയോൺസിയിൽ ഈ ഒരു ചെറിയ പ്രോബ്ലം വരുന്നത്. ബാക്കിയെല്ലാം കൺസെപ്റ്റ് വെച്ചുള്ളതാണ്. അതിന്റെ പ്രോബ്ലം വലുതായിട്ടില്ലെങ്കിൽ കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ലെവലാണ്. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല. എല്ലാം ആപ്ലിക്കേഷൻ ലെവലാണ്. കഴിഞ്ഞ ഈ SLC നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കുക. SLC 10ാം ക്ലാസ്സിന്റെ ഫിസിക്സ് ഇത്തിരി പാടായിരുന്നു. ഇത്തിരി നല്ല പാടായിരുന്നു. കാരണം ആപ്ലിക്കേഷൻ ലെവലാണ്. ഒരിക്കലും ഫിസിക്സ് കാണാതെ പഠിക്കരുത്. എല്ലാം ആപ്ലിക്കേറ്റഡ് ലെവലായി കഴിക്കണം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബയോൺസി. എഴുതിക്കോ, എഴുതിക്കോ, എഴുതിക്കോളൂ. ഇതിപ്പോ നമ്മൾ വാട്ടറിലാണ് ഡിപ്പ് ചെയ്തത്. വാട്ടറിൽ ഡിപ്പ് ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടറിൽ ഡിപ്പ് ചെയ്തപ്പോൾ ഈ ഒരു ലോസ് 60 ന്യൂട്ടൺ എന്തായി? 60 ന്യൂട്ടൺ എന്തായി? 45 ആയി. സ്റ്റോണിന്റെ വെയിറ്റ് എന്തായി? 60. അതായത് എയറിലുണ്ടായിരുന്ന 60 ന്യൂട്ടൺ, വാട്ടറിലിട്ടപ്പോൾ 45 ന്യൂട്ടൺ. പക്ഷേ ആ ലോസ് ഇൻ വെയിറ്റ് 60 ന്യൂട്ടൺ മൈനസ് 45 ന്യൂട്ടൺ. എത്ര ന്യൂട്ടൺ? 50 ന്യൂട്ടൺ. ഇത് വാട്ടറിൽ ഡിപ്പ് ചെയ്തപ്പോഴാണ്. ഇത് ഹണിയിൽ ഡിപ്പ് ചെയ്തത്. അതായത് തേൻ ഹണി ആയാലും കെറോസിനായാലും ഏതായാലും ഇതിന് വ്യത്യാസം വരും. ഈ 60 ന്യൂട്ടൺ സെയിം ആയിരിക്കും. കാരണം വെയിറ്റിന് എയറാണ്. എയർ മാറുന്നില്ലല്ലോ. നമ്മൾ കയ്യിലെടുത്ത് വെച്ച് ആ എയറിന്റെ വെയിറ്റ് മാറും. ഇത് 60 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഇട്ട് വാട്ടറിലായത് കൊണ്ട് മാത്രം എത്രയായി? 45 ന്യൂട്ടൺ ആയി. ഈ വാട്ടർ മാറ്റിയിട്ട് നിങ്ങൾ ഹണിയാക്കി. ഹണി നമ്മൾ തേൻ. ഹണിക്ക് അറിയാറുണ്ട് വാട്ടറിനെക്കാളും കട്ടി കൂടുതലാണ്. അതായത് വെയിറ്റ് ചിലപ്പോൾ താങ്ങി നിർത്തും. നിങ്ങൾ സ്റ്റോൺ ഇട്ടാൽ ചിലപ്പോൾ മുങ്ങി പോകണമെന്നില്ല. വെയിറ്റ് ചിലപ്പോൾ താങ്ങി നിർത്തും. ഹണി ആണെങ്കിൽ ഈ വെയിറ്റിന് ഒരു വ്യത്യാസം വരും. അതാണ് പറയുന്നത് ബയോൺസി ഓരോ ഫ്ലൂയിഡിനും ഓരോന്നാണ്. വാട്ടറിന് ഒന്നാണെങ്കിൽ കെറോസിന് വേറെ ആയിരിക്കും. കെറോസിന് മണ്ണെണ്ണ. ഓയിലിന് വേറെ ആയിരിക്കും. പിന്നെ തേനിന് വേറെ ആയിരിക്കും. പലർക്കും പല രീതിയിലാണ്. അടുത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ വേരി ചെയ്യാൻ കാരണം? ബയോൺസി എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഓരോ ഫ്ലൂയിഡിനും ഓരോന്നായി, അതാണ് അടുത്തത് പഠിക്കാനുള്ളത്. അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബയോൺസി. എഴുതിക്കോ, ഹെഡിങ് എഴുതിക്കോ. ഉപഭാഗത്ത് ശ്രദ്ധിച്ചോണേ. നല്ല കുറച്ച് പാടാണ് മാത്സും ഫിസിക്സും എല്ലാം. ഇത് പഠിക്കാതിരിക്കരുത്.
ഓൺലൈൻ ക്ലാസ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. കാരണം അവസാനം അവർ തന്നെ പറയാം ഓൺലൈൻ ക്ലാസ് എല്ലാം തന്നല്ലോ പരീക്ഷ എഴുതാൻ പറയും. അതാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്ലാസ് എല്ലാം കൃത്യം അറ്റൻഡ് ചെയ്യണേ. കളിച്ചിരിക്കും നിങ്ങൾ ടച്ച് പോകും. ഉറപ്പായിട്ട് എനിക്കറിയാം പലരും ഓൺലൈൻ ക്ലാസ് ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, കളിച്ചിരിച്ച് കളിക്കാൻ. പക്ഷെ നിങ്ങൾ ടച്ച് പോകും, നിങ്ങൾ പഠിക്കാനുള്ള ആ ഒരു ടച്ച് പോകും. എല്ലാവരും ഓൺലൈൻ ക്ലാസ് കൃത്യം ആ ഒരു 2 മണിക്കൂർ കൃത്യം അത് ഫോളോ ചെയ്താൽ അതിന് അന്നത്തെ ദിവസത്തേക്കുള്ളതായി. പിന്നെ കുറച്ച് വർക്കും കൂടെ ചെയ്താൽ മതി. കളിച്ചിരിച്ച് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് നഷ്ടപ്പെടുത്തിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടച്ച് പോകും, പഠിക്കാനുള്ള ടച്ച് പോകും. ഇപ്പൊ ഏത് കാര്യമായാലും ഇപ്പൊ നന്നായിട്ട് കളിക്കുന്ന ഒരാൾ, ഫുട്ബോൾ കളിക്കുന്ന ഒരാൾ, ക്രിക്കറ്റ് കളിക്കുന്ന ആളായാൽ പോലും ഒരു 2-3 മാസം കളിക്കാതിരുന്ന ടച്ച് അങ്ങ് പോകും. അതുപോലെ തന്നെയാണ് പഠിത്തവും. നിങ്ങൾ പഠിത്തത്തോളം പഠിക്കാതിരിക്കും, നിങ്ങൾ ടച്ച് അങ്ങ് പോകും. മാത്സ് ചെയ്യുന്നതായാലും നമ്മളെ കൺസെപ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നതായാലും എല്ലാം ടച്ച് അങ്ങ് പോകും. അതുകൊണ്ട് എപ്പോഴും പഠിത്തം വേണം. എപ്പോൾ ഫുൾ ടൈം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു ലെവലിൽ അങ്ങ് പോകും, ഒരിക്കലും താഴാൻ പാടില്ല. എനിക്ക് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബയോൺസി. ഏതൊക്കെ ഫാക്ടേഴ്സാണ് ബയോൺസിയെ അഫക്റ്റ് ചെയ്യുന്നത്? ഇത് സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബോക്സ് വരയ്ക്കാം. ഒരു 1, 2, 3 ലിക്വിഡ് വെയിറ്റ് ഓഫ് സ്റ്റോൺ. ഇവിടെ ഒരു സ്റ്റോൺ മാത്രം എടുക്കുക, ഒരു കല്ല് മാത്രം എടുക്കും. ആ ഒരു കല്ല് വെച്ചാണ് പരീക്ഷണം. പക്ഷെ ലിക്വിഡ് വ്യത്യാസമായിരിക്കും. വാട്ടർ എടുക്കും, കെറോസിൻ എടുക്കും, സലൈൻ എടുക്കും, ഉപ്പുള്ള ഈ മറ്റേ മുട്ട പുഴുങ്ങിയ മുട്ടയൊക്കെ ഉപ്പുള്ളത് പൊങ്ങി കിടക്കാൻ കാരണമൊക്കെ ഇതാണ്, ഈ ബയോൺസിയാണ്. വരച്ചോണ്ടേ ലിക്വിഡ് വെയിറ്റ് ഓഫ് സ്റ്റോൺ. ഒറ്റ സ്റ്റോണേ എടുക്കുള്ളൂ, ഒരു സ്റ്റോൺ. ആ ഒറ്റ കല്ല് വെച്ചാണ് എല്ലാ പരീക്ഷയും. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ ലിക്വിഡ്സ് ആണ്. ലിക്വിഡ്സിൽ ഓരോ ലിക്വിഡ്സിൽ ഇടുമ്പോൾ എന്ത് പറ്റും എന്നുള്ളതാണ് ഇൻ ലിക്വിഡ്സ്. അത് ഈ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സ്റ്റോൺ. ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സ്റ്റോൺ. അതായത് ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സ്റ്റോൺ. അതായത് ഈ ലോസ് ഓഫ് വെയിറ്റ് എപ്പോഴും കണക്കാക്കുന്നത് വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. അതായത് എയറിൽ എത്ര ഉണ്ടായി മൈനസ് ആ വെള്ളത്തിൽ ഇട്ടപ്പോൾ എത്ര. ലോസ് നഷ്ടമാകണമെങ്കിൽ വെള്ളത്തിൽ വീണാലേ നഷ്ടമാകും വെയിറ്റ്. നിങ്ങൾ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ എയറിൽ എന്തായിരുന്നോ വെയിറ്റ് മൈനസ് വെള്ളത്തിലിട്ടപ്പോൾ എത്രയായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സ്റ്റോൺ ബ്രാക്കറ്റിൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. വെയിറ്റ് ഇൻ ലിക്വിഡ്. ഒരു ഒറ്റ സ്റ്റോൺ എടുക്കണേ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പിൽ സൈഡിലായിട്ട് ഇരിക്കണേ വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ 10 ന്യൂട്ടൺ. അതായത് ഇരിക്കണേ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അയ്യോ അതില്ലാതെ പറ്റില്ല. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ 10 ന്യൂട്ടൺ. ഒറ്റ കല്ലേ എടുക്കുന്നത്. അത് എയറിൽ അതിന്റെ വെയിറ്റ് എത്രയാണ്? 10 ന്യൂട്ടൺ. അത് ഒരിക്കലും ഇനി മാറാൻ പോണേ. അതാണ് പറയുന്നത് ഒരു സ്റ്റോൺ വെച്ചാണ് പരീക്ഷണം. ഇതിപ്പോ ഒരു സ്റ്റോൺ, ഈ ഒരു സ്റ്റോൺ വെച്ചായിരിക്കും നമ്മൾ മാറ്റിയിട്ടുള്ളത്. ആ ലിക്വിഡിന്റെ എവിടെ ഇരിക്കും? കെറോസിൻ മണ്ണെണ്ണ, വാട്ടർ, സലൈൻ വാട്ടർ, ഉപ്പുള്ള സലൈൻ വാട്ടർ. വീട്ടിലേക്ക് വെറുതെ പരീക്ഷ വയ്ക്കാതെ മണ്ണെണ്ണ കളിക്കില്ല. എന്നാണ് ഞാൻ പറഞ്ഞത്. കെറോസിനായാലും വാട്ടർ, സലൈൻ വാട്ടറൊക്കെ വെച്ച് ചുമ്മാ ഡിപ്പ് ചെയ്ത് വയ്ക്കാം. വെയിറ്റ് ഇളക്കാൻ പറ്റും. ഉപകരണം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയൊന്നും പറ്റില്ല. ആ വെയിറ്റിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ കാണാൻ പറ്റും. കെറോസിൻ, വാട്ടർ, സലൈൻ വാട്ടർ, ഉപ്പുള്ള. ഇത് എഴുതിക്കോണേ. കെറോസിൻ, വാട്ടർ, സലൈൻ വാട്ടർ. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആണ്. എപ്പോഴും കല്ലെടുത്തിട്ടു, കല്ല് കെറോസിനിട്ടു, പിന്നെ എടുത്ത് കയ്യിൽ വെച്ചു. അതായത് വെയിറ്റ് ഇൻ സ്റ്റോണിന്റെ 10 ന്യൂട്ടൺ. അതിൽ മാറ്റമില്ല. അത് 10 ആയിട്ട് എന്നെ എപ്പോഴും.
അപ്പൊ നമുക്ക് ആരെ മാത്രം നോക്കിയാൽ മതി. അത് നമ്മൾ ആദ്യമേ കണക്കാക്കി എടുത്തു. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ 10 ന്യൂട്ടൺ. ഇനി എടുത്ത് വാട്ടറിൽ ഇട്ടാലും സലൈൻ വാട്ടർ ഇട്ടാലും കെറോസിനിൽ ഇട്ടാലും എപ്പോഴും വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയറിൽ എത്ര തന്നെയാണ് 10 ന്യൂട്ടൺ തന്നെ. അതിന് മാറ്റമല്ല. കാരണം വെള്ളത്തിൽ ഇടുന്നതോടെ അതിന്റെ വെയിറ്റ് ഒന്നും കുറയുന്നില്ല. പിന്നീടല്ല, ഈ വെള്ളത്തിൽ ഇട്ടതിന് ശേഷമല്ലേ വരുന്നത്. അപ്പൊ കെറോസിനിൽ ഇട്ടപ്പോൾ നോക്കിക്കോട്ടെ, കയ്യിലുണ്ടായിരുന്നപ്പോ എയറിലുണ്ടായിരുന്നപ്പോ എത്ര ന്യൂട്ടൺ ആയിരുന്നു സ്റ്റോണിന്? 10 ന്യൂട്ടൺ. പക്ഷെ കെറോസിനിൽ ഇട്ടപ്പോ എത്രയായി? 7 ന്യൂട്ടൺ. കെറോസിനിൽ ഇട്ടപ്പോ എത്രയായി? 7 ന്യൂട്ടൺ. 7 ന്യൂട്ടൺ. കെറോസിനിൽ ഇട്ടപ്പോ 7 ന്യൂട്ടൺ ആയി. അതായത് ആ ബയോൺസി ഫോഴ്സുകൾ ഉണ്ടായി. കെറോസിനിൽ ഇട്ടപ്പോ ആ വെയിറ്റ് നഷ്ടപ്പെട്ടു. ആ എത്ര നഷ്ടപ്പെട്ടു എന്ന് കാണണമെങ്കിൽ വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ ലിക്വിഡ്. വെയിറ്റ് ഇൻ എയർ എത്രയാണ്? സ്റ്റോണിന്റെ വെയിറ്റ് ഇൻ എയർ 10 ന്യൂട്ടൺ. 10 മൈനസ് 7 3 ന്യൂട്ടൺ. കെറോസിൻ ഇട്ടു, അവിടെ ഓൾറെഡി അത് കോൺസ്റ്റന്റ് ആണ്. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ 10 ന്യൂട്ടൺ ആണ്. കെറോസിൻ ഇട്ടപ്പോൾ വെയിറ്റ് നഷ്ടമായി. അത് എത്ര? 7 ന്യൂട്ടൺ ആയി. അതായത് സ്റ്റോണ് കെറോസിൻ ഇട്ടപ്പോൾ അപ്പോഴുണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 7 ന്യൂട്ടൺ ആണ്. എന്നാൽ എത്രത്തോളം നഷ്ടമായി അതറിയാമല്ലോ. വെയിറ്റ് ഇൻ സ്റ്റോൺ ഇൻ എയർ മൈനസ് 3 ന്യൂട്ടൺ. അത് കഴിഞ്ഞ് വാട്ടറിലിട്ടപ്പോൾ ഇത് കോൺസ്റ്റന്റ് ആണ്. എയറിൽ എത്രയാണ്? 10. വാട്ടറിലിട്ടപ്പോൾ 6 ന്യൂട്ടൺ ആയിട്ട് മാറി. അതായത് വാട്ടർ സ്റ്റോൺ ഇട്ടു. ഈ സ്റ്റോൺ ഇട്ടപ്പോൾ സ്റ്റോൺ ഇട്ടു. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ന്യൂട്ടൺ. അതായത് വെള്ളത്തിലിട്ടപ്പോൾ എത്രയാണ്? 6 ന്യൂട്ടൺ. അപ്പൊ ലോസ് ഇൻ വെയിറ്റ് 10 മൈനസ് 6 എത്രയാണ്? 4 ന്യൂട്ടൺ. അടുത്തത് സലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്ടായി? ഉപ്പുവെള്ളം അവിടെ കോൺസ്റ്റന്റ് ആണ് 10 ന്യൂട്ടൺ. വീണ്ടും അതേ കല്ലെടുത്ത് എവിടെ ഇട്ടു? സലൈൻ വാട്ടറിൽ ഇട്ടപ്പോൾ എത്ര ന്യൂട്ടൺ? 5 ന്യൂട്ടൺ. അതായത് വെയിറ്റ് എന്ത് വളരെ കുറഞ്ഞു. 5 ന്യൂട്ടൺ. 10 മൈനസ് 5 ന്യൂട്ടൺ. അപ്പൊ ഇവിടെ നിന്ന് കൃത്യം മനസ്സിലാവും. കെറോസിനിൽ ഉണ്ടായ വെയിറ്റ് 7, വാട്ടറിലുണ്ടായ 6, സലൈൻ വാട്ടറിലുണ്ടായ എത്ര? 5. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബയോൺസി ഓരോ ലിക്വിഡിനും ഓരോന്നാണ്. അതായത് വെള്ളം എത്രത്തോളം അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ ലിക്വിഡ് എത്രത്തോളം അപ്വേർഡ് ഫോഴ്സ് കൊടുക്കുന്നു എന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ്. നിങ്ങൾ വേറൊരു എക്സാമ്പിൾ, ഈ വാട്ടറിന്റെ അകത്ത് ഇപ്പൊ കെറോസിൻ എടുത്തു വെച്ചാൽ ഉറപ്പായിട്ടും കെറോസിൻ എന്ത് ചെയ്യും? മുകളിലേക്ക് ഡിപ്പ് ചെയ്ത് കിടക്കും. അതായത് മുകളിൽ ഒഴുകി കിടക്കും. ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. ശ്രദ്ധിച്ച് ഇട്ട് വയ്ക്കാതെ വാട്ടറിന്റെ അകത്ത് കെറോസിൻ ഒഴിച്ചു വയ്ക്കാതെ. അതായത് ഈ കെറോസിൻ എന്ന് പറഞ്ഞാൽ വളരെ ഡെൻസിറ്റി വളരെ കുറവാണ്. അതായത് വളരെ ഡെൻസിറ്റി വളരെ കുറവായുള്ള സാധനമാണ് കെറോസിൻ. ഈ വളരെ ഡെൻസിറ്റി കുറഞ്ഞ കെറോസിനെ വാട്ടറിന് താങ്ങി നിർത്താൻ പറ്റും. അതായത് വാട്ടറിന് ബയോൺസി കൂടുതലാണ്. വാട്ടറിന് ബയോൺസി കൂടുതലാണ്. ആരേക്കാൾ? കെറോസിനേക്കാൾ. അതുകൊണ്ടാണ് വാട്ടർ അവിടെ താങ്ങി നിർത്തിയത്. ഈ വാട്ടറിന് കെറോസിനേക്കാൾ ബയോൺസി അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണ്. നമുക്കറിയാം വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി മാസ് ബൈ വോളിയം. വാട്ടർ ഡെൻസിറ്റി ഒക്കെ ഇപ്പോൾ പിന്നീട് അതിനുശേഷം പഠിക്കും. വാട്ടർ ഡെൻസിറ്റി എത്ര, കെറോസിൻ ഡെൻസിറ്റി എത്ര. അപ്പോൾ വാട്ടർ ഒഴിച്ചു. ആ വാട്ടറിന്റെ മുകളിൽ കെറോസിൻ ഒഴിച്ചു, മണ്ണെണ്ണ ഒഴിച്ചു. ഉറപ്പായിട്ട് ഈ കെറോസിൻ എന്ത് മുകളിലേക്ക് കിടക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ഈ വാട്ടർ താങ്ങി നിർത്തും. ആരെ താങ്ങി നിർത്തും? കെറോസിനെ താങ്ങി നിർത്തും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വാട്ടറിന് ബയോൺസി ഫോഴ്സ് കൂടുതലാണ്. ആരേക്കാൾ? കെറോസിനേക്കാൾ. അതായത് കെറോസിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. അപ്പൊ ഇവിടെ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ ഓരോരുത്തർക്കും ഓരോ വെയിറ്റ്. കെറോസിന്റെ അകത്ത് ഈ സ്റ്റോൺ ഇട്ടപ്പോൾ 3 ന്യൂട്ടൺ ആയിരുന്നു ഡിഫറൻസ്. വാട്ടറിൻ്റെ അകത്ത് ഇട്ടപ്പോൾ എത്രയായി? 4 ന്യൂട്ടൺ, 4 ന്യൂട്ടണായി. സലൈൻ വാട്ടർ ഉപ്പുവെള്ളത്തിൽ ഇട്ടപ്പോൾ എത്രയായി? 5 ന്യൂട്ടൺ. അതായത്
ഈ ബയോൺസി ഓരോ ലിക്വിഡിനും ഓരോന്നാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡെൻസിറ്റി. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഡെൻസിറ്റി. അതായത് ബയോൺസി സ്ഥിരം ചോദിക്കുന്നതാണ്, റൈറ്റ് എ ഫാക്ടർ ദാറ്റ് അഫക്റ്റ് ബയോൺസി. ബയോൺസിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ കാണുന്നത് അതിലൊന്നാണ് ആര്? ഡെൻസിറ്റി. ഡെൻസിറ്റി ഡെൻസിറ്റി നിങ്ങൾ ഡെഡ് സി കേട്ടിട്ടുണ്ട്? ഡെഡ് സി, ചാവ് കടൽ. ഈ ചാവ് കടലിൽ നമ്മൾ മുങ്ങി ചാവാൻ പോയാലും മരിക്കത്തില്ല. അതുകൊണ്ടാണ് അതിന് പേര് വരുന്നത്. അതായത് പൊങ്ങി കിടക്കും. നമ്മൾ ഇനി എത്രത്തോളം താഴെ ശ്രമിച്ചാലും നല്ല പൊങ്ങി കിടക്കും. നമ്മൾ ആ കടലിൽ പൊങ്ങി കിടക്കും. ഡെഡ് സി നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ കുറേ എണ്ണം അതിൻ്റെ അത് പുസ്തകം വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലയും കണ്ടിട്ട്, അതായത് ഉപ്പിൻ്റെ അളവ് കൂടുതലാണ്. ഉപ്പിൻ്റെ അളവ്, അതായത് ആ വാട്ടറിൽ അവിടുത്തെ കടൽ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഈ ഉപ്പിൻ്റെ അളവ് കൂടുന്തോറും ബയോൺസി എന്ത് ചെയ്യും? കൂടും. ബയോൺസി എന്ത് ചെയ്യും? കൂടും. ഡെൻസിറ്റി കൂടുന്തോറും ബയോൺസി കൂടും. അതായത് അത്രത്തോളം വെയിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? താങ്ങാൻ പറ്റും. ഈ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച്, അതായത് ഉപ്പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? ബയോൺസി ഫോഴ്സ്, അതായത് മുകളിലേക്ക് കൊടുക്കേണ്ട ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പുഴുങ്ങിയ മുട്ട ഉപ്പ് വെള്ളത്തിൽ എന്ത് ചെയ്യുന്നത്? പൊങ്ങിക്കളയുന്നത്. അതിന് കാരണം എന്താണ്? ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ബയോൺസി ഫോഴ്സ് എന്ത് ചെയ്യും? കൂടും. അപ്പം അത്രത്തോളം വെയിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? താങ്ങി നിർത്താൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോണേ. അതുപോലെ ഒരു എക്സാമ്പിൾ ആയിരുന്നു, സലൈൻ വാട്ടറിനാണ് ഈ കൂട്ടത്തിൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ. സലൈൻ വാട്ടർ ഉപ്പുവെള്ളം, ഇതിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടുതൽ. അപ്പം ഈ ഡെൻസിറ്റി കൂടുതൽ ഇതായതുകൊണ്ട് തന്നെ 10 ന്യൂട്ടൺ ഉള്ള സ്റ്റോണ് സലൈൻ വാട്ടറിൽ ഡിപ്പ് ചെയ്തപ്പോൾ അത് 5 ന്യൂട്ടൺ, അതായത് അത്രത്തോളം 5 ന്യൂട്ടനായിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അതായത് അത്രത്തോളം വെയിറ്റ് ആര് പിടിച്ച് നിർത്തി? ഈ 5 ന്യൂട്ടനാണ് ഡിഫറൻസ് വന്നത്. 5 ന്യൂട്ടനാണ് നഷ്ടപ്പെട്ടത്. ഈ 5 ന്യൂട്ടൺ ആര് പിടിച്ച് നിർത്തി? ഈ സലൈൻ വാട്ടർ പിടിച്ച് നിർത്തി. അതായത് ഇതിന് ഡെൻസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അങ്ങനെ താത്തില്ല, അതായത് താന്ന് പോകില്ല. ഈ സലൈൻ വാട്ടർ, ഇതിപ്പോൾ ഉപ്പ് വെള്ളമാണെന്ന് വെക്കട്ടെ, സലൈൻ വാട്ടർ സ്റ്റോൺ എടുത്തിട്ട് താന്ന് പോയില്ല, പൊങ്ങി കിടക്കുകയാണ്. അപ്പൊ അത്രത്തോളം പവർ, അതായത് അത്രത്തോളം അപ്വേർഡ് ഫോഴ്സ് ആര് കൊടുക്കുകയാണ്? അത്രത്തോളം മുകളിലേക്ക് ഇങ്ങനെ താങ്ങി നിർത്തുകയാണ് സലൈൻ വാട്ടർ. അതായത് സലൈൻ വാട്ടറിന് ബയോൺസി വളരെ കൂടുതലാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സലൈൻ വാട്ടറിന് ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഡെൻസിറ്റി കൂടുന്തോറും ബയോൺസി എന്ത് ചെയ്യും? കൂടും. ഡെൻസിറ്റി കൂടുന്തോറും ബയോൺസി കൂടും. അതാണ് അതിൻ്റെ ആദ്യത്തെ പോയിന്റ്. അപ്പം നിങ്ങൾ എഴുതേണ്ടതെന്ന്, ഇപ്പം ഇത് നിങ്ങൾ എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ റീസൺ ഏതാണ്? ഇനി എൻ്റെ എക്സാക്ട് റീസൺ, ഇതിൻ്റെ കൺക്ലൂഷൻ ഇത് എഴുതാനുള്ളത് ഇന്ന് തന്നെ നോക്കണം, ഇന്ന് തന്നെ പഠിക്കണം. ജസ്റ്റ് ഇന്ന് പഠിച്ചാൽ ഇതൊരു പഠിക്കാൻ ഒരു 10 മിനിറ്റ് മതി. നാളത്തേക്ക് അയക്കാൻ 1 മണിക്കൂറാണ്. എന്താണ് ഏതാണ് ഏത് കാര്യമാണ് അന്നങ്ങ് പഠിച്ചു പോയാൽ നിങ്ങൾ അത്രത്തോളം സമയവും ലാഭം, അത്രത്തോളം പഠിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ എഴുതേണ്ടത് ഇതും കഴിക്കോണേ. നമുക്ക് അവിടെ വാട്ടറിന്റെ ഡെൻസിറ്റി ലിക്വിഡ് ഇതും ഈ ബോക്സ് കഴിക്കണം. ഈ സ്ഥിരം വേണം. ഇത് ക്വസ്റ്റ്യനിൽ ചിലപ്പോഴൊക്കെ തരാറുണ്ട്. ഡെൻസിറ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓൺലൈൻ ക്ലാസ് എല്ലാം നന്നായിട്ട് ഫോളോ ചെയ്യണേ. കാരണം നിങ്ങൾ അവസാനം അവർ തന്നെ സർക്കാരിൽ പറയുന്നവർക്ക് വിളിക്കാറ് ഓൺലൈൻ ക്ലാസ് തന്നല്ലോ. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് മിസ്സാക്കരുത്. ഓൺലൈൻ ക്ലാസ് ഒരിക്കലും മിസ്സാക്കരുത്. അതിൻ്റെ സീരിയസ്നെസ്സിൽ ഇരിക്കണം. ഡെൻസിറ്റി യൂണിറ്റ് ചിലപ്പോൾ ചോദിക്കണം. ഡെൻസിറ്റി വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി? വാട്ട് ഈസ് ദ യൂണിറ്റ്? നേരത്തെ വെയിറ്റിൻ്റെ പറയാൻ പിന്നെ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് നോക്കിക്കോളൂ. മാസ് ബൈ വോളിയം ഡെൻസിറ്റി. മാസ് ബൈ വോളിയം ഇങ്ങനെ യൂണിറ്റ് കണ്ടുപിടിക്കും. മാസ് ബൈ വോളിയം ഡെൻസിറ്റി. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വോളിയത്തിന്റെ യൂണിറ്റ്, അതായത് വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഏതാണ് കൊടുക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് മീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് മീറ്റർ. അതായത് ലെങ്ത് ഇൻറ്റു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ലെങ്തിൻ്റെ മീറ്റർ, ബ്രെഡ്ത്തിൻ്റെ മീറ്റർ, ഹൈറ്റിൻ്റെ മീറ്റർ. എം ഇൻറ്റു എം
എ ഇൻറ്റു എ എന്താണ് എ ഇൻറ്റു എ സ്ക്വയർ എ സ്ക്വയർ എ ഇൻറ്റു എ 2a അല്ല അത് എ പ്ലസ് എ ആണ് 2a. ബേസിക് മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണേ ബേസിക് മാത്സ്, കാരണം അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ഫുള്ള് പ്രോബ്ലമേ ഉള്ളൂ. ഫിസിക്സിലായാലും മാത്സിന് പിന്നെ ഫുള്ള് പ്രോബ്ലം അല്ലേ ഉള്ളൂ. എ ഇൻറ്റു എ സ്ക്വയർ ആണ് എ ഇൻറ്റു എ സ്ക്വയർ ആണ് 2a അല്ല അത്. അപ്പൊ എം ഇൻറ്റു എം സ്ക്വയർ പിന്നെ ഇൻറ്റു എം, അതായത് എം ക്യൂബ്. എന്താണ് എം ക്യൂബ്? അതാണ് ഇതാ നടക്കുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. മാസിന്റെ കിലോഗ്രാം ഡിവൈഡ് ബൈ അതിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. അപ്പൊ ലിക്വിഡ് നേരിട്ട് വാട്ടറിന് 1000. വാട്ടറിന്റെ ഡെൻസിറ്റി എന്നുള്ളത് എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി അടുത്ത് കെറോസിൻ. ഇത് പഠിക്കണം. ഇതൊരു മൂന്നെണ്ണേ ഉള്ളൂ. കെറോസിൻ 810. സലൈൻ വാട്ടർ കൺസെപ്റ്റ് നിങ്ങൾ ആലോചിക്കുക. കൺസെപ്റ്റ് വെച്ച് ആലോചിക്കുക. ഏറ്റവും കൂടുതലുള്ള വാട്ടറിനേക്കാളും ഇപ്പോൾ വാട്ടറിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ എന്താണ് ഈ മുട്ട എടുത്തിട്ട് സാധാരണ വാട്ടറിനകത്ത് മുട്ട എടുത്തിട്ട് എന്ത് ചെയ്തിട്ട് താഴേക്ക് പോകും. പക്ഷെ സലൈൻ വാട്ടറിൽ എന്ത് ചെയ്യില്ല, അത് താഴേക്ക് പോകത്തില്ല. അതായത് അതിന് ഡെൻസിറ്റി വളരെ കൂടുതൽ, അതായത് 1000-നേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അത് എത്രയാണ്? 1025, അപ്രോക്സിമേറ്റ്ലി 1025. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ, അതായത് ഇന്ന് പഠിപ്പിച്ച ബയോളജി, ആ ലോസ് ഇൻ എയർ ഇൻ വാട്ടർ അതിൻ്റെ കൺസെപ്റ്റും, പിന്നെ ഈ ഒരു ബോക്സ് വാട്ടർ, കെറോസിൻ്റെതും, സലൈൻ വാട്ടർ, ഈ 3 കാര്യങ്ങളും വെച്ച് നോക്കി വയ്ക്കണം. ഓക്കെ, താങ്ക്സ്.